ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലാണ്. അപ്പോൾ കുറച്ച് GST പ്രൈസും അതേപോലെ നവംബർ ഡിസംബറിലുള്ള ഓഫേഴ്സും കാര്യങ്ങളും നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. നമുക്ക് ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? അർഷിത. അപ്പം ഇത് എവിടെയാണ് ഷോറൂം എവിടെയാണ് വരുന്നത്? ഇത് ഫറൂഖ് ലോഹ ഓട്ടോമോട്ടീവ്സ് ആണ്. ലോഹ ഓട്ടോമോട്ടീവ്സ്. ഓക്കെ, ഫറൂഖ് ചുങ്കത്താണ് ഉള്ളത്. ലോഹ ഓട്ടോമോട്ടീവ്സിലാണ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അറിയേണ്ടതെന്ന് വെച്ചാൽ GST പ്രൈസും ഓൺ റോഡ് പ്രൈസും അതേപോലെ എന്തെങ്കിലും ഓഫേഴ്സും നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ടി 100 ആണ് സ്റ്റാർട്ട് ചെയ്തത്. 100ലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ 100ൽ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇതൊക്കെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽസ് ആണല്ലേ? അപ്ഡേറ്റ്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ചോദിക്കാം, ഓൺ റോഡ് പ്രൈസ് ഇപ്പൊ എത്രയാണ് വരുന്നത് ആഫ്റ്റർ GST കട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്? നമുക്ക് ഓൺ റോഡ് പ്രൈസ് 100ന് സിംഗിൾ കളേഴ്സ് ആണെങ്കിൽ വരുന്നത് 1,99,245 രൂപ. 1,99,245 രൂപയാണ് 100ന് വരുന്നത് അല്ലേ? ഇത് ബേസ് മോഡലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയാണോ പറയാ? ബേസ് മോഡലിന് നമുക്ക് ആക്ച്വലി 100ല് ബേസ് മിഡിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. എല്ലാ വണ്ടിയുടെയും ഫീച്ചേഴ്സ്, എർഗണോമിക്സ്, സ്പെക് ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ്. പക്ഷെ വണ്ടിയുടെ കളേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണ് വരുന്നത് അല്ലേ? പിന്നെ 3 ഇതാണോ കളർ വേരിയന്റ്? 3 ഇത് തന്നെയാണോ? അല്ല, നമുക്ക് സിംഗിൾ കളർ ഒരു വേരിയന്റ് ആണ്, ഡ്യുവൽ കളർ മറ്റൊരു വേരിയന്റ് ആണ്. പക്ഷെ എർഗണോമിക്കലി വണ്ടിയുടെ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. നമുക്ക് ടോക്കിയോ ബ്ലാക്കിലേക്ക് വരുമ്പോൾ 2,05,000 ആണ് ഓൺ റോഡ് പ്രൈസ്. കളർ ഓപ്ഷൻസ് വേറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് 350 സീരീസിൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ റോയൽ എൻഫീൽഡിന്റെ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് വളരെ വലിയ കാര്യമാണ്. റോയൽ എൻഫീൽഡ് മാത്രമല്ല 360 സീരീസിലുള്ള ആ സീരീസ് ഇത്ര ഒരു ചെറിയ പൈസക്ക് കിട്ടാൻ ഒരു 200 cc വണ്ടിക്ക് ഏകദേശം വരുന്ന പ്രൈസിൽ ഈ ഒരു ഇത് കിട്ടുക എന്നുള്ളത് അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ ഒരു യൂസ് വരികയാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും. ഒരു സിറ്റിയിലേക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ ലേഡീസ് ആണെങ്കിലും അവർക്ക് തോന്നുന്നു ലേഡീസ് ഒരുപാട് ആൾക്കാർ നന്നായിട്ട് പർച്ചേസ് ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ഹൈറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ ബെസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. അപ്പൊ എൻട്രി ലെവൽ മോഡലാണ് 100 എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സെഗ്മെന്റ് ഏതാ വരുന്നത്? നമുക്ക് ബുള്ളറ്റ് ഉണ്ട്, ക്ലാസിക് ഉണ്ട്, പിന്നെ 350 cc തന്നെ നമുക്ക് മീറ്റിയോർ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. സ്റ്റാൻഡേർഡ് നോക്കാം, നമുക്കറിയാം. അപ്പോൾ സ്റ്റാൻഡേർഡ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു താല്പര്യമുള്ള മോഡലായിട്ടാണ് തോന്നുന്നത്. റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും ലെഗസി ആയിട്ടുള്ള മോഡലാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള വേറൊരു ബ്രാൻഡ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കിക്കർ സ്റ്റാർട്ടിൽ തന്നെ ആൾക്കാർ അത്രയും അപ്പൊ അതിലൊരു എക്സ്ട്രാ ഫാൻ ബേസ് ഉള്ളതാണ്. അപ്പൊ ഇതിലേക്ക് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ മോഡലാണ്, പുതിയ ജെ സീരീസ് എഞ്ചിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ചെറിയ കാര്യങ്ങൾ. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഇതെന്ന് വെച്ചാൽ ബുള്ളറ്റിന് ഈ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും ലക്കാണ്. നമുക്ക് ഇതെന്താന്ന് വെച്ചാൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,99,245 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി പർച്ചേസ് ചെയ്യാം. ഇൻക്ലൂഡിംഗ് എല്ലാ ടാക്സും ഇൻഷുറൻസും സാറിന്റെ വാറണ്ടി എല്ലാം ഉണ്ടാവും. നമുക്ക് 1,99,000 ഫൈനൽ പ്രൈസിൽ സാറിന് പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് വലിയൊരു വണ്ടിയും കിട്ടൂലേ നമുക്ക്? തീർച്ചയായിട്ടും വലിയൊരു വണ്ടി കിട്ടും. പിന്നെ അതെന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വിന്റേജ് മോഡലാണ് വണ്ടിക്ക് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒരു വിന്റേജ് സ്റ്റൈലിംഗിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴയ സ്റ്റാൻഡേർഡിന്റെ സീറ്റും ടെയിൽ ലൈറ്റും ആണ് ഇതിലേക്ക്. നമുക്ക് പഴയ സ്റ്റാൻഡേർഡിന് ആ ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ ബേസ് ഉണ്ടായതുകൊണ്ടാണ്. എല്ലാം അതായത് റോയൽ എൻഫീൽഡിന്റെ എല്ലാ മോഡൽസും, അത് ബുള്ളറ്റിൽ വരുന്ന എല്ലാ ഫാമിലിയിലുള്ള എല്ലാതിനും ഹാൻഡ് പെയിന്റഡ് പിൻസ്ട്രിപ്സ് ആണ് വരുന്നത്. പിന്നെ റോയൽ എൻഫീൽഡിന്റെ ഐക്കോണിക് ക്രോം ബാഡ്ജിങ്, പിന്നെ ഇത് ഹാൻഡ് പെയിന്റഡ് ആണ് പിൻസ്ട്രിപ്സ് വരുന്നത്. നമ്മൾ ഈ തിൻ ആയിട്ടുള്ള ലൈനും തിക്ക് ആയിട്ടുള്ള ലൈനും ഒരാൾ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. ആ മോഡലിലേക്ക് വരുമ്പോൾ അത് കുറവാണ്, ഇതിനായിട്ട് റേറ്റ് കുറവാണ് വരുന്നത്? അല്ല, രണ്ടും സെയിം ഇത് തന്നെയാണ് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കസ്റ്റം മോഡലാണ്. കസ്റ്റം മോഡൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡിഷൻ ആണത്. കസ്റ്റം മോഡലാണ്. മിലിറ്ററി റെഡ് എന്നാണ് ആ വേരിയന്റിന്റെ പേര് തന്നെ വരുന്നത്. നമുക്ക് സെയിം വേരിയന്റിൽ തന്നെ ഒരു ബ്ലാക്ക് കളറും വരുന്നുണ്ട്. പക്ഷെ ഓൺ റോഡ് പ്രൈസ് സെയിം തന്നെയാണ്. 1,99,000 രൂപ തന്നെയാണ് വരുന്നത്. അല്ല, ഇതിപ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിന് സിംഗിൾ ചാനൽ ABS ആണ്. ഫ്രണ്ടിൽ മാത്രമേ ABS ഡിസ്ക് വരുന്നുള്ളൂ. ഇനി ഫ്രണ്ടും ബാക്കും ABS ഡിസ്ക് കൺസിഡർ ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും മോഡൽ അവൈലബിൾ ആണ്. അത് 2,30,000 രൂപ. സ്റ്റീൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിക്കൽ മോഡലാണ്. ബുള്ളറ്റിന് നമുക്ക് മിലിറ്ററി സീരീസ് വരുന്നുണ്ട്. ബറ്റാലിയൻ ഒരു ഫാമിലി മെമ്പർ ആണ് നമ്മളുടെ. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡിന്റെ കൂടെ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന ഒരു മോഡലും വരുന്നുണ്ട്. എല്ലാം ഇപ്പൊ പുതിയ GST അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള GST പ്രൈസിൽ ആണ്. പണ്ട് ഏകദേശം ഒരു ടോപ്പ്
പ്രൈസ് എത്രയായിരുന്നു വരുന്നുണ്ടായിരുന്നത് ഏകദേശം? നമുക്ക് എന്തായാലും GST കുറയുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡ്യുവൽ ചാനൽ ABS ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും ABS ഡിസ്ക് ഉള്ള മോഡൽ ആണെങ്കിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു 2,49,000 രൂപ. 2,49,000 രൂപ. അത് ഒരു 10,000 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്, കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതന്നെ വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആ ഒരു എമൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഫിനാൻസിന്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഫിനാൻസ് ആണെങ്കിൽ നമുക്ക് സ്പോട്ട് അപ്രൂവൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ഇത് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ഡിപ്പെൻസ് ആണ്. ഡിപ്പെൻസ് ഓൺ സിബിൽ സ്കോർ ആണ്. നല്ലൊരു നമുക്ക് ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റ് 5.99 സ്കീമിലൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് പിന്നെ കൂടുതൽ വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. ഡീറ്റെയിൽസ് ഒക്കെ കസ്റ്റമറിന് എപ്പോ വേണമെങ്കിലും നമ്മളെ വിളിച്ച് എല്ലാം അവൈലബിൾ ആണ്. ഇനി അടുത്ത മോഡൽ ഏതാ? നമ്മൾ മിറ്റ്യൂറിലേക്ക് പോയാലും നമ്മുടെ ക്ലാസിക്കിലേക്ക് പോവാം. റോയൽ എൻഫീൽഡിന്റെ വേറൊരു ഐക്കോണിക് മോഡൽ ആണല്ലോ അത്. ക്ലാസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ക്ലാസിക്കിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ക്ലാസിക്കും അതേപോലെ ഒരു ലെജൻഡ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലാസിക് 350ലെ ഏറ്റവും പുതിയൊരു എഡിഷൻ ആണ്, എമറാൾഡ് ഗ്രീൻ. മുമ്പ് നമുക്ക് GST പ്രൈസ് കുറയുന്നതിന്റെ മുന്നേ 3 ലക്ഷം ആയിരുന്നു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഉണ്ടായിരുന്നത്. 3 ലക്ഷം എന്നുവെച്ചാൽ വണ്ടി ഫുൾ ക്രോം ഫിനിഷിംഗിലാണ് വരുന്നത്. നല്ല ഒരു സ്റ്റൈലിഷ് ലുക്ക് ഉള്ള ഒരു മോഡലാണ്, യൂണീക്ക് വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഇപ്പൊ പുതിയ GST വരുന്നത് 2,80,717 രൂപ. 2,80,717 ഏകദേശം 30,000 രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതാണ് ഒരു ടോപ്പ് എൻഡിലേക്ക് വരുന്ന മോഡൽ. ഇതൊരു ടോപ്പ് എൻഡ് മോഡലാണ് ക്ലാസിക്കിൽ. ഇതിൽ എങ്ങനെയാണ് മോഡൽ, എങ്ങനെയാണ് കാറ്റഗറി വരുന്നത്? ഇത് നമുക്ക് എഡിഷൻ വേരിയൻസ് ഉണ്ട് ക്ലാസിക്കില്. നമുക്ക് ഡാർക്ക് സീരീസ്, ഹെറിറ്റേജ്, പ്രീമിയം ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സീരീസ് വരുന്നുണ്ട്. ഓരോ സീരീസിലും ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. വണ്ടിയുടെ ബോഡിയുടെ കളറിൽ വ്യത്യാസമുണ്ട്. വണ്ടിയുടെ അല്ല ഡ്യുവൽ ചാനൽ ABS മാത്രമല്ല, നമുക്ക് വണ്ടിയിൽ ട്രിപ്പർ പോഡ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് നോക്കിയിട്ടുള്ള ബുള്ളറ്റിലായാലും ഇൻബിൽട്ട് ആയിട്ട് ട്രിപ്പർ പോഡ് ഒരു വേരിയന്റിലും വരുന്നില്ല. നമുക്ക് ക്ലാസിക്കലി ട്രിപ്പർ പോഡ് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സാറിന്റെ റോയൽ എൻഫീൽഡിന്റെ ആപ്പ് വഴി സാറിന് മീറ്ററിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോണിൽ വരുന്ന കോൾസ് നമുക്ക് അലേർട്ട് കിട്ടും മീറ്ററിൽ. അങ്ങനത്തെ പിന്നെ നമ്മുടെ ഏത് ഗിയറിലാണ് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീറ്ററിൽ കാണിക്കും. ഗിയർ പൊസിഷൻ ആണ്. പിന്നെ ക്ലാസിക്കലി നമുക്ക് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ആണ്. സാറിന്റെ കൈന്റെ കംഫർട്ട് എന്താണോ അതിനനുസരിച്ച് സ്ക്രൂ ആക്സസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നുന്നു. പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ലെങ്ത് സാറിന് ആക്സസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊരു ഗ്രേറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ബേസ് മോഡൽ അല്ലെങ്കിൽ ബേസ് ആയി നിൽക്കുന്ന ആ മോഡലിന് എത്രയാണ് റേറ്റ് വരുന്നത്? എത്ര മുതൽ 2,30,000 സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? 2,30,000 തൊട്ട് 2,80,000 വരെയുള്ള മോഡൽസ് അവൈലബിൾ ആണ്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ് ലിസ്റ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ മോഡൽ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് മിറ്റ്യൂറും കൂടി ഉണ്ടല്ലോ. മിറ്റ്യൂർ ഈ ഒരു 350 സീരീസിൽ മിറ്റ്യൂറും കൂടി ഉണ്ട്. നമുക്ക് അതും കൂടി കണ്ടിട്ട് വലിയ വണ്ടിയിലേക്ക് പോകും. മിറ്റ്യൂർ ആണല്ലോ. മിറ്റ്യൂർ വന്നതിന് ശേഷം ഒരുപാട് ക്രൂസർ ടൈപ്പ് അന്ന് ഒരുപാട് ആൾക്കാർ എടുത്തതായിരുന്നു. അപ്പൊ ഇതിന്റെ ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് പ്രൈസ് മാറിയിട്ട് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്? മീറ്റിയോറിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എവിടെയും പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അത്യാവശ്യം നല്ല എൻക്വയറീസും അതിനനുസരിച്ച് നമുക്ക് സെയിലും വരുന്നുണ്ട് മീറ്റിയോറിന്. മീറ്റിയോർ നമുക്കിപ്പോ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വേർഷൻ ആണ് വരുന്നത്. കളേഴ്സ് ആയാലും വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയാലും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അപ്ഡേറ്റ് ചെയ്ത നോട്ടബിൾ? നമുക്ക് എല്ലാ വേരിയന്റ്സിലും കോമൺ ആയിട്ട് ട്രിപ്പർ കോഡ് ഇൻബിൽട്ട് ആയിട്ട് ട്രിപ്പർ കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സി ടൈപ്പ് ഫാസ്റ്റ് ചാർജിംഗ് പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഇത്രയും കാര്യങ്ങളാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ ഫുൾ ഓപ്ഷനിൽ നമ്മള് ക്ലാസിക്കിലുള്ള അതേ സ്ലിപ്പ് ആൻഡ് അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് അതിന്റെ സ്ക്രൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പുതിയ അപ്ഡേഷൻ. റേറ്റിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് റേറ്റ്? നമുക്ക് കാര്യമായിട്ട് നല്ലൊരു വ്യത്യാസം മീറ്റിയോറിലും വന്നിട്ടുണ്ട്. ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മീറ്റിയോർ 2,29,903 രൂപയാണ് മീറ്റിയോർ ബേസ് വേരിയന്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിഡിൽ വേരിയന്റിലേക്ക് വരുമ്പോൾ 2,49,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. പറയുന്നതെല്ലാം ഓൺ റോഡ് പ്രൈസ് ആണ്. ഇങ്ങനെയാണ് പ്രൈസ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്രൂസർ ടൈപ്പ് ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ, റിലാക്സ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് മോഡലാണ് മിറ്റിയോർ. അപ്പോൾ അതൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് വലിയ വണ്ടികളിലേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും.
അതിൽ GST അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇല്ല, ബട്ട് കുറച്ച് പൈസ കൂടുതൽ നമുക്ക് 650 450 cc-യിൽ കൂടിയിട്ടുണ്ട്. അതാണ് ചെറിയ ടാസ്ക് ഉള്ളത്. പക്ഷെ നമുക്ക് അതിലേക്ക് പോയിട്ട് അപ്പൊ നമുക്ക് ഏതാണ് വണ്ടി റെഡിലി അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പം ഇന്റർസെപ്റ്റർ 650 സൺസെറ്റ് സ്ട്രിപ്പ് ബ്ലാക്ക് ആ മോഡൽ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. ബാക്കി മോഡൽ നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ഇപ്പം കറന്റ് ഇവിടെ ഇല്ല, നിലവിൽ സ്റ്റോക്ക് ഔട്ട് ആയതാണ്. നമുക്ക് അത്യാവശ്യം നല്ല എൻക്വയറീസ് ഉണ്ട് അതിന്. അപ്പം വരുന്നത് നമ്മൾ അപ്പൊ തന്നെ സെയിലായി പോകുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ സ്പീഡ് അപ്പ് ആക്കും. കസ്റ്റമേഴ്സ് വണ്ടിയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നമ്മൾ അത് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ അവരുടെ സമ്മതമല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രൈസ് പറയാം നമുക്ക്. തീർച്ചയായിട്ടും 450 ന്റെ റേറ്റ് വരുന്നത് 450 നമുക്ക് ഇന്റർസെപ്റ്റർ 650 ആണെങ്കിൽ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിഗ്രീൻ കാനൻ റെഡ് എന്ന് പറയുന്ന രണ്ട് കളേഴ്സ് ആണ്. 4,35,000 രൂപയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇൻക്ലൂഡിംഗ് ഇൻഷുറൻസ്, ടാക്സ്, വാറണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എഞ്ചിൻ വാറണ്ടി എല്ലാം അടക്കമാണ് നമുക്ക് 4,35,000 രൂപ വരുന്നത്. പിന്നെ നമുക്ക് 4,46,000 രൂപ വരുന്നുണ്ട് ഒരു വേരിയന്റിന്. കളറിൽ ഡിഫറൻസ് ഉണ്ടാവും. അതും നമുക്ക് ഇൻക്ലൂഡിങ് നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും സർവീസ് ചാർജസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഏറ്റവും ടോപ്പ് എൻഡിന് നമുക്ക് ഇന്റർസെപ്റ്ററിൽ എമൗണ്ട് വരുന്നത് ഒരു 4,71,000 രൂപ. അപ്പം ഹിമാലയയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരുന്നു? 450cc ഹിമാലയൻ ഒക്കെ നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4,09,000 രൂപയിലാണ്. ഇൻക്ലൂഡിങ് നമ്മുടെ എല്ലാ ടാക്സ് പ്രൊസീജിയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് അങ്ങനെയാണ് വരുന്നത്. അപ്പം ഈ 650 മറ്റേ നമ്മുടെ മിറ്റ്യൂർ 650 നമ്മുടെ 650 സീരീസിൽ മിറ്റ്യൂർ ഉണ്ടല്ലോ, അതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അതിന്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5,18,000 രൂപയിലാണ്. നമുക്ക് 5,78,000 രൂപ വരെയുള്ള മോഡൽസ് അവൈലബിൾ ആണ്. അതിന്റെ ബുക്കിംഗ് ഒക്കെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യണം. ലിമിറ്റഡ് എഡിഷൻസ് എല്ലാം ലിമിറ്റഡ് എഡിഷൻസ് ആണ്. നമുക്ക് നേരത്തെ ബുക്ക് ചെയ്താലാണ് വണ്ടി വരാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. ഇപ്പൊ നിലവിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത്? നമുക്ക് നിലവിൽ ഓഫേഴ്സ് വരുന്നത് വണ്ടിയുടെ അപ്പാരൽസിലും ആക്സസറീസിലും ഒക്കെയാണ് ഓഫേഴ്സ് വരുന്നത്. ബണ്ടിൽ ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പാരൽസിൽ. പിന്നെ നമുക്ക് ആക്സസറീസിലായാലും 8,000 മുകളിലേക്കുള്ള പർച്ചേസിന് ഡിസ്കൗണ്ട്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിന് ലൂഹ ഓട്ടോമോട്ടീവ്സിലേക്ക് വന്നാൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്ക് കുറച്ച് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ഫ്ലൈയിങ് പ്ലീ എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ വരുന്നുണ്ട്. ഷോർട്ട് ഗൺ എക്സ് വരുന്നുണ്ട്. അത് പുതിയ സീരീസ് ആണ്. ഷോർട്ട് ഗൺ എക്സ് വരുന്നുണ്ട്. റോയൽ എൻഫീൽഡിന്റെ 125th ആനിവേഴ്സറി ആണ്. അപ്പം അതിൽ നമ്മൾ കുറച്ച് മോഡൽസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ ഷോർട്ട് ഗൺ എക്സ്, ഫ്ലൈയിങ് ഫ്ലീ, ബുള്ളറ്റ്, നമ്മുടെ ഐക്കോണിക് മോഡൽ ആയിട്ടുള്ള ബുള്ളറ്റിന്റെ 650cc ലോഞ്ച് ചെയ്യുന്നുണ്ട്. ക്ലാസിക് 350 പുതിയൊരു കളറും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ഇപ്പൊ ഓൾറെഡി ഒഫീഷ്യൽ ലോഞ്ചിങ് കഴിഞ്ഞു. നമുക്ക് കേരളത്തിലേക്കുള്ള അതിന്റെ വരുന്നതേ ഉള്ളൂ. അപ്പൊ അത് വരാണ് നമ്മൾ ആ സമയത്ത് നല്ലൊരു വീഡിയോ വേറെ ചെയ്യാം, എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പം താങ്ക്സ് ഫോർ ഗിവിംഗ് ലോട്ട് ഓഫ് അപ്ഡേറ്റ്സ്. അപ്പം എന്തെങ്കിലും റിക്വയർമെന്റ് റോയൽ എൻഫീൽഡ് റിലേറ്റഡ് എന്ത് റിക്വയർമെന്റ് ഉണ്ടെങ്കിലും ഇവിടേക്ക് കോൺടാക്ട് ചെയ്യാം. ഇവര് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.